നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ കഴിഞ്ഞ രാത്രിയിലും കർത്താവ് നമ്മെ പരിപാലിച്ചുവല്ലോ. അതുകൊണ്ട് അത്യുന്നതനായ ദൈവത്തിന് സകല ബഹുമാനവും നന്ദിയും എല്ലാം അർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സ്നേഹം എന്ന് പറയുന്ന വികാരം എല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട്. മനുഷ്യരും പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഈ സ്നേഹം പ്രദർശിപ്പിക്കുന്നു. മൃഗങ്ങളിലെയും പക്ഷികളിലെയും ഈ സ്നേഹം കാണണമെങ്കിൽ അവരെങ്ങനെയാണ് അവരുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് എന്ന് കണ്ടാൽ മതിയാവും. പക്ഷികളാണെങ്കിൽ അവയുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം തേടിക്കൊണ്ടുവന്ന് കൊടുക്കുന്നതും അവയെ പറക്ക പഠിപ്പിക്കുന്നതും ഒക്കെ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. മൃഗങ്ങളാണെങ്കിലും അതേപോലെ തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന വിധങ്ങൾ കൗതുകകരങ്ങളാണ്, അതേസമയം തന്നെ വളരെയധികം ചിന്തനീയവുമാണ്. കാട്ടാനകൾ കൂട്ടമായി സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, അതിൻ്റെ ഒത്ത നടുവിലാണ് അതിൻ്റെ കുഞ്ഞുങ്ങളെ നിർത്തിയിരിക്കുന്നത്. കാരണം ഒരു വലിയ സംരക്ഷണ കവചമൊരുക്കിയാണ് അവയെ കൊണ്ടുപോകുന്നത് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ അവയുടെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും എത്രയോ ചിന്തോദ്ദീപകങ്ങളായിട്ടുള്ളതാണ്. മനുഷ്യരുടെ കാര്യം എടുത്താലും ഇതേപോലെയൊക്കെ തന്നെയാണ്. മാതാപിതാക്കൾ അവരുടെ മക്കളെ വളരെയധികം സ്നേഹിക്കുന്നു, അവരോട് വാത്സല്യം കാണിക്കുന്നു, എത്രമാത്രം അവർക്ക് വേണ്ടി കരുതാമോ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. എന്നാൽ ദൈവസ്നേഹം ഇങ്ങനെ ഒന്നുമല്ല എന്ന് കാണുവാൻ സാധിക്കും. എന്താണ് ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത? നമുക്കറിയാം, മനുഷ്യർക്ക് ശത്രുക്കളെ സ്നേഹിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവം നമ്മെ സ്നേഹിച്ചതിലൂടെ വാസ്തവത്തിൽ അവിടുന്ന് ശത്രുക്കളെയാണ് സ്നേഹിച്ചത്. വിശുദ്ധ ബൈബിളിലെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം ഇത് കാണുന്നുണ്ട്. 1-ാം അധ്യായം 21-22 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവിടുന്ന് സ്നേഹിച്ചു. നമുക്കറിയാം, ഒരു ശത്രുവിനെ സ്നേഹിക്കുവാൻ മനുഷ്യർ ഒരിക്കലും മനസ്സ് വയ്ക്കാറില്ല. കഴിവതും അവരെ ഒഴിവാക്കുവാനാണ് ശ്രമിക്കാറുള്ളത്. എന്നാൽ ദൈവം ചെയ്തത് അങ്ങനെയല്ല. ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നമ്മെ അവിടുന്ന് സ്നേഹിച്ചു. എങ്ങനെയാണ് ഈ ദൈവം നമ്മെ സ്നേഹിച്ചത്? യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നത്, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ തന്നെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി എന്നാണ്. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ നാം സ്നേഹമെന്തെന്ന് അറിഞ്ഞിരിക്കുന്നു എന്നാണ്. 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്: കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം. നോക്കുക, ദൈവത്തിൻ്റെ സ്നേഹം മഹാസ്നേഹമാണ്, ആഴത്തിലുള്ള സ്നേഹമാണ്. മനുഷ്യർ സ്നേഹിക്കുന്നത് പോലെയുള്ള സ്നേഹമല്ല ദൈവത്തിൻ്റെ സ്നേഹം. ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു, എല്ലാ മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം എല്ലാവർക്കും ഒരുപോലെ തന്നെ മഞ്ഞും മഴയും ഒക്കെ നൽകുന്നത്. ശത്രുക്കളായിരുന്നാലും ദൈവം എല്ലാ ആനുകൂല്യങ്ങളും എല്ലാവർക്കും നൽകുന്നു. അതേസമയം തന്നെ പാപത്തെ ദൈവം വെറുക്കുന്നു, അപ്പോൾ അവിടുന്ന് പാപിയെ സ്നേഹിക്കുന്നു. നോക്കുക, ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം അവർണ്ണനീയമായിട്ടുള്ളതാണ്. ഈ ദൈവസ്നേഹത്തിൻ്റെ പാരമ്യത നാം കാണുന്നത് കാൽവറി ക്രൂശിലാണ്. ദൈവരൂപത്തിലിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം വേണ്ട എന്ന് വെച്ചിട്ട് ഈ താണലോകത്തിലേക്ക് സർവ്വ മനുഷ്യവർഗത്തിനും വേണ്ടി ഒരു മനുഷ്യനായി ജനിച്ചു വീണു. പാപികളായിരുന്ന സകല മനുഷ്യരെയും ദൈവത്തോട് നിരപ്പിക്കുന്നതിന് വേണ്ടി കാൽവറി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു യാഗമായി അർപ്പിക്കപ്പെട്ടു. പിതാവായ ദൈവം തൻ്റെ പുത്രനെ കൈവിട്ട് കളഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. ആർക്കുവേണ്ടി? പാപികളായ സകല മനുഷ്യവർഗത്തിനും വേണ്ടി സ്വന്തം കുമാരനെ ദൈവം കൈവിട്ട് കളഞ്ഞു. അങ്ങനെ കാൽവറി ക്രൂശിൽ അവിടുത്തെ പരിപാവനമായ രക്തം മുഴുവനായി നമുക്ക് വേണ്ടി ഒഴുക്കി തന്നു. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയ ഏക രക്ഷാമാർഗമാണ് കർത്താവായ യേശു ക്രിസ്തു. അതാണ് നാം കാൽവറി ക്രൂശിൽ കാണുന്നത്. അങ്ങനെ ദൈവം നമ്മെ അത്യധികമായി സ്നേഹിച്ചു. ഈ യേശുക്രിസ്തുവിനെ താങ്കൾ ഇതുവരെയും ഉള്ളത്തിൽ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ താങ്കളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക.
നിത്യശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നിത്യമായ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി തീരുക. ദൈവം അതിന് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യും. ഈ സ്വർഗീയനാദം ശ്രവിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇതുവരെയും അവിടുത്തെ രക്ഷയെ കണ്ടെത്താത്തവർ ക്രിസ്തുവിലുള്ളതായ വിശ്വാസത്താൽ രക്ഷയെ കണ്ടെത്തുവാൻ അവരെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ജീവനാഥന്റെ വാക്കുകൾ അനുദിനം ശ്രവിപ്പാൻ കേൾക്കൂ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. പകരം എന്തു നൽകും